അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വീടുകളിൽ ഈ 4 കാര്യങ്ങളുണ്ട് എങ്കിൽ അത് അറിഞ്ഞോ ആകട്ടെ അറിയാതെ ആകട്ടെ ആ വീട്ടിൽ റാഹത്തും സന്തോഷവും ഉണ്ടാവും. അതുപോലെ തന്നെ മുസീബത്തുകൾ തട്ടിമാറപ്പെടും. എന്നാൽ ഈ 4 കാര്യങ്ങളുടെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അതിനെതിരായി സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും ആ വീട്ടിൽ വലിയ മുസീബത്തുകളും നഷ്ടവും സംഭവിക്കും. ഇത് ഞാൻ വെറുതെ പറയല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്, കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല ഈ 4 വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമ്മൾ സ്ഥിരമായി നമ്മുടെ വീട്ടുകളിൽ നടക്കുന്ന സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് ഒരു സിഹ്റാണ്, കണ്ണേറാണ്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഈ ചെറിയ വിഷയം കൊണ്ടായിരിക്കും ചിലപ്പോൾ വിഷയം ഉണ്ടാകാം. ഏതൊക്കെയാണെന്ന് കേട്ടാലോ? ഒന്നാമത്തത്, നമ്മുടെ വീടുകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സുഗന്ധം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാകൂല എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. മുത്തുനബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സുഗന്ധം ഉപയോഗിക്കുക സുന്നത്താണല്ലോ. സുഗന്ധം ടെൻഷൻ മാറ്റുകയും നമ്മുടെ മനസ്സ് ഫ്രീ ആക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഒരു കൂളാക്കി നിർത്താൻ സുഗന്ധം സഹായിക്കും. സുഗന്ധത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, സുഗന്ധം പൂശൽ സുന്നത്താക്കിയത്. കാരണം നമ്മളിപ്പോൾ സുഗന്ധം പൂശിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു സദസ്സിൽ ചെന്ന് കയറുമ്പോൾ മറ്റുള്ളവർക്കാണ് ഈ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ പൂശിയ സുഗന്ധം അത്തർ പൂശിയാൽ അത് മറ്റുള്ളവർക്കാണ് ആസ്വദിക്കാൻ പറ്റില്ലേ. ഈ ആസ്വദിക്കുക സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളോടൊരു പോസിറ്റീവായ എനർജി അവർക്കുണ്ടാവും. ഈ മറ്റുള്ളവർക്ക് നമ്മളോടൊരു പോസിറ്റീവായ എനർജി, ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ത് ചെയ്യുക ഉണ്ടായിത്തീരാൻ കാരണമായി തീരും. ഏത് സുഗന്ധം. ഇത് നമ്മുടെ വീടുകളിൽ നിത്യമായി സുഗന്ധം പുകയ്ക്കുകയാണ് എങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകാനും പരസ്പരം അടുപ്പം വർദ്ധിക്കാനും ഒക്കെ കാരണമായി തീരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിലൊക്കെ ഈ ഒരു സ്നേഹബന്ധം അടുപ്പിക്കാൻ കാരണമായി തീരും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് എന്ത് ചെയ്യുക, സുഗന്ധപൂരിതമായിരിക്കണം, സുഗന്ധമുള്ള വീടായിരിക്കണം. എപ്പോഴും എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊതോ അല്ലെ അത്തറോ സ്പ്രേയോ. ചില വീടുകളിലേക്ക് അകത്തേക്ക് കയറാൻ പറ്റൂല. സുബ്ഹാന ജല്ല ജലാലു. ചില വീടുകളിൽ നമ്മൾ പുറത്തുനിന്ന് ദ്വാരക്കാനൊക്കെ പോകുന്ന സമയത്ത് ചില വീടുകളിലേക്ക് കയറുമ്പോൾ വല്ലാതെ ഒരു ഉഷ്ണം അല്ലെ എന്താണ് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്തേ കാരണം? അത് നമ്മൾ പരിഗണിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വീടുകളൊക്കെ എപ്പോഴും സുഗന്ധമുള്ളതാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമുക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായി പറയുന്നൊരു വിഷയമുണ്ട്. എന്ത്? വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന കിടക്ക, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ, അതുപോലെ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളകൾ, നമ്മുടെ മിറ്റം, പരിസരം, ഇതൊക്കെ ആ വീടിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. കേവലം എന്ത് ചെയ്യുക, വീടിൻ്റെ ഹാൾ മാത്രം വൃത്തിയാക്കി, ആളുകൾ വന്ന് കയറുന്ന സ്ഥലം ഹാളാണല്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ സിറ്റിംഗ് ഏരിയയാണ്, ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം, ആ വിസിറ്റേഴ്സ് വരുന്ന സ്ഥലം, അവിടെ മാത്രം വൃത്തിയാക്കി ബാക്കിയെല്ലാം കുളമാക്കിയിടുക. അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യുക, ഈ ഏരിയകൾ മുഴുവൻ, നമ്മുടെ ബെഡ്റൂം അടക്കം, നമ്മുടെ ബാത്റൂം അടക്കം, നമ്മുടെ കിച്ചൺ അടക്കം എല്ലാ സംഗതികളും ക്ലീനായി നീറ്റായി എപ്പോഴും സൂക്ഷിക്കുക. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അഴുക്കുകളാകുമ്പോൾ കച്ചറകളായിട്ടും അവിടെ കിടക്കട്ടെ, പിന്നീടാക്കാമെന്ന് എഴുതിയാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യാൻ കാരണമായി തീരും. ഇത് സയൻസാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ച ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കച്ചറയായി കിടക്കുന്ന വീടാണ്. കച്ചറയായി കിടക്കാന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അഴുക്ക് പിടിച്ച് കിടക്കുന്ന വീട്. മാറാല തട്ടാതെ അല്ലെങ്കിൽ അഴുക്കുകൾ നീക്കം ചെയ്യാതെ, അഴുക്കുകൾ കുന്നുകൂട്ടിയിട്ടുകൊണ്ട് തൂത്തടിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു മൂലയ്ക്ക് കൊണ്ട് കൂട്ടി വെക്കും, അതെടുത്ത് കളയൂല. ഇങ്ങനെയൊക്കെ വൃത്തിഹീനമായി കിടക്കുന്ന വീടുകൾ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്ലീസ് കൈകാര്യം ചെയ്യുന്ന വീടാണെങ്കിലോ ആ വീട്ടിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഞാനീ പറയുന്നത് സിമ്പിളായ നിസാരമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ സമാധാനക്കേടിനും പ്രശ്നവും അടിയും വഴക്കൊക്കെ ഉണ്ടാകാൻ ഇതൊക്കെ ഒരു കാരണമാണ് എന്നായി പറഞ്ഞത്. ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കാതെ പോയി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ ചിലപ്പോൾ പരീക്ഷണങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വീട് സുഗന്ധപൂരിതമാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുക. എപ്പോഴും വീട് വൃത്തിയാക്കി അഴുക്കും മാലിന്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കി. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, വീടിനൊരു പ്രത്യേക ഒരു നല്ല മണമില്ലെങ്കിലും വീടിൻ്റെ മാലിന്യം, ആ ദുർഗന്ധം അങ്ങോട്ട് മാറി കിട്ടുമല്ലോ. ഇത് കച്ചറയും കൂട്ടിയിട്ട് വീടും വൃത്തിയാക്കാതെ, ബാത്റൂമും വൃത്തിയാക്കാതെ, ബാത്റൂമിലൊന്നും ചിലപ്പോൾ കയറാൻ തന്നെ കഴിയില്ല ഇല്ലേ. ബാത്റൂം തുറന്നിട്ട് കഴിഞ്ഞാൽ വീടൊന്നാകെ നാറും. അങ്ങനത്തെ ചില ബാത്റൂമുകളുണ്ട്. അതൊന്നും ഈ കുറ്റമായിട്ട് പറയല്ല. ഇതൊക്കെ വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടേക്ക് കയറി ചെല്ലുന്നവരുടെ മനസ്സിലും എന്തുണ്ടാവും, ആ ഒരു അകൽച്ച ഉണ്ടാവും. പരസ്പരം ഒരു അകൽച്ച, പരസ്പരം ഒരു സ്നേഹമില്ലായ്മ, ഒരു വിദ്വേഷവും വൈരാഗ്യമൊക്കെ ഉണ്ടാകാൻ കാരണമായി തീരും. കാരണം ഇബ്ലീസ് അവിടെ കയറി നല്ലോണം പണിയെടുക്കും. ഇബ്ലീസ് വല്ലാതെ അവിടെ കയറി പരിശ്രമിക്കും. ഇബ്ലീസിൻ്റെ കെണിവലയിൽ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണുന്ന 2 വിഷയങ്ങളാണ്.
സുഗന്ധപൂരിതമാക്കി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബർക്കത്തുണ്ടാകാൻ, അതുപോലെ തന്നെ വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ ബർക്കത്തുണ്ടാകാൻ കാരണമായി തീരും. ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട വിഷയമാണ്. എന്ത്? ഒന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. എപ്പോഴും ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ ഒരു ബർക്കത്തുകളും ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവും. നോക്ക് നിങ്ങൾ, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരുപാട് ഉമ്മമാർ വല്യമ്മമാരൊക്കെ അവരിങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതും. അവർ മഗ്‌രിബായി കഴിഞ്ഞാൽ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. എന്ത്? അവരെല്ലാ സമയത്തും ഓതും. എന്നാൽ പ്രത്യേകമായിട്ട് മഗ്‌രിബ് കഴിയുമ്പോൾ സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ തുടങ്ങിയിട്ട് സുന്നത്തായി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച സൂറത്തുകൾ മുഴുവൻ അവർ ഓതും. ആർക്ക് പ്രത്യേകിച്ച് മദ്രസയിൽ പോയി വലിയ ക്ലാസ്സുകൾ പഠിച്ച് ഡിഗ്രി എടുത്തവരോ അല്ലെങ്കിൽ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊന്നും ആവൂല. മദ്രസയിൽ കുറഞ്ഞ കാലം ഈ അറബി വായിക്കാൻ പറ്റുന്ന കോലത്തിൽ പോയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ട് പഠിച്ചതായിരിക്കും. എന്നിരുന്നാലും ശരി, അത് നിത്യമായിട്ട് ആ ഖുർആൻ ഇങ്ങനെ ഇരുന്ന് ഓതും, യാസീനൊക്കെ ഓതും. അങ്ങനെ ഓതുന്നത് കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ വലിയ ബർക്കത്തുണ്ടായിരുന്നു. പട്ടിണിയാണെങ്കിലും വീടുകളിൽ പ്രശ്ന പ്രയാസങ്ങളും ഒക്കെ വളരെ ചുരുക്കമായിരുന്നു. ചുരുങ്ങിയതായി നാടിൽ സമാധാനം ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ, അല്ലേ? എന്നാൽ ഇന്നോ വീടുകളിൽ നിന്ന് ഖുർആൻ പാരായണം എടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ എത്രയോ വീടുകളിൽ സമാധാനമില്ലാത്ത വീടുകളാണ്. വീടിന് വലിപ്പമുണ്ട്, അല്ലെങ്കിൽ സമ്പാദ്യം കൊണ്ട് കുറേ റൂമുകളുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. വീട്ടിൽ സമാധാനം വേണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാകണം. നമ്മുടെ മക്കളെ കൊണ്ട് പാരായണം ചെയ്യിക്കണം, നമ്മളും പാരായണം ചെയ്യണം. ഖുർആൻ ഇങ്ങനെ ഓതൽ നമുക്ക് വലിയ റാഹത്തും സന്തോഷം ഉണ്ടാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 4-മത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 4-മത്തെ കാര്യമാണ് സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിലെ റാഹത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. ബാക്കിയുള്ള നിസ്കാരം ഖളാ ആക്കണമെന്നല്ല കേട്ടോ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ അള്ളാഹു മുസീബത്തുകൾ നൽകൂല എന്ന്. ആ വീട്ടിൽ അള്ളാഹു പ്രശ്നങ്ങൾ നൽകൂല, പ്രയാസങ്ങൾ നൽകൂല, പ്രതിസന്ധികൾ നൽകൂല. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിസ്കാരം ഫർളായ നിർബന്ധമായ ആരൊക്കെയുണ്ടോ അവരൊക്കെ നിസ്കരിക്കണം. അങ്ങനത്തെ വീട് റാഹത്തിൻ്റെ വീടായിരിക്കും. അൽഹംദുലില്ലാ, വലിയ ബർക്കത്തുള്ള വീടായിരിക്കും, അല്ലേ? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 വിഷയങ്ങൾ വളരെ സിമ്പിളായി നമ്മൾ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. 3ഉം 4ഉം പറഞ്ഞത് കുറച്ച് കഷ്ടപ്പെടേണ്ട വിഷയമാണ്. കുറച്ച് കഷ്ടപ്പാട്, മറ്റേതിന് കഷ്ടപ്പാടില്ലെന്നല്ല കേട്ടോ, വീട് വൃത്തിയാക്കാറ് കഷ്ടപ്പാടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന വലിയ പ്രയാസമൊന്നും ഇല്ലാതെ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഇല്ലേ? കച്ചറയാകുമ്പോൾ അപ്പം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർന്നു. കച്ചറയാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അതിന് വേണ്ടി മെനക്കെടണം. വുളു എടുത്ത് വൃത്തിയായി ശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഖുർആൻ ഓതി അങ്ങനെ എടുത്തു പോകാം. അപ്പോൾ അതിന് കുറച്ച് പണിയെടുക്കേണ്ട വിഷയമുണ്ട്. അതുപോലെ നിസ്കാരം, സുബഹിയുടെ സമയത്ത് എഴുന്നേൽക്കുക, തണുപ്പത്ത് വുളു എടുക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുക, ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. ആരെങ്കിലും ഒരാൾ ഈ 4 കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ വലിയ ബർക്കത്തുണ്ടാവും. ഓക്കെ, അവസാനം പറഞ്ഞ 2 സംഗതികളുണ്ടല്ലോ, ഖുർആൻ പാരായണം, സുബഹി നിസ്കാരം, അത് ഖളാ ആക്കാതെ നിസ്കരിക്കൽ. ഇത് രണ്ടും ഒരു വീട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എങ്കിൽ, ഒരു വീട്ടിൽ ഈ 2 കാര്യങ്ങൾ അശ്രദ്ധമാക്കി കളയുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണ്, സുബഹി നിസ്കാരം ഖളാ ആക്കി കിടന്നുറങ്ങുന്ന വീടാണ്. അങ്ങനത്തെ 2 വീടാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ നോക്കി വെച്ചോളി, ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പരീക്ഷണത്തിന് കാരണമായി തീരും. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പരീക്ഷണം ഉണ്ടാവും. ഞാൻ പറയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചരിക. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്ടിലേക്ക് മലക്കുകൾ തിരിഞ്ഞു നോക്കൂല, എന്ന റഹ്മത്തിൻ്റെ മാലാഖമാർ വരൂല. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്ടിലേക്ക് ഇബ്ലീസിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുണ്ടാകും. ഇബ്ലീസ് കയറി ഇറങ്ങി നിറങ്ങും അങ്ങനത്തെ വീട്ടിലേക്ക്. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്ടിലേക്ക് അള്ളാഹിൻ്റെ പരിഗണന ഉണ്ടാവൂല. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്ടിലേക്ക് സ്വാലിഹീങ്ങളായ അർവാഹുകൾ കടന്നു വരൂല. ഖുർആൻ പാരായണം ചെയ്യാത്ത വീട്ടിലേക്ക് സ്വാലിഹീങ്ങളായ ജിന്നുകൾ അടുക്കൂല. ഇവരൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ദ്വാരക്കും, അള്ളാഹു ഈ വീട്ടിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, ഈ വീട്ടുകാർക്ക് നീ ഖൈറ് ചെയ്യണേ അള്ളാഹ് എന്ന് അവർ ദ്വാരക്കും. നമുക്ക് വേണ്ടി പാപം പൊറുക്കൽ തേടും. നല്ല നല്ല റൂഹുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും, നല്ല നല്ല ജിന്നുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. ഈ ദുആ മുഴുവൻ തട്ടപ്പെടുകയാണ് എന്ത് ചെയ്യലുകൊണ്ട്? ഖുർആൻ പാരായണം ചെയ്യാത്തത് കൊണ്ട്, ഖുർആൻ ഓതാത്തത് കൊണ്ട്. കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്തേക്കാണ് ഇവരൊക്കെ വരിക. ഇവർക്കൊക്കെ ഇഷ്ടം ഖുർആൻ്റെ ശബ്ദം കേൾക്കാനാണ്. അത് കേൾക്കാത്ത വീടോ ബർക്കത്തില്ലാത്ത വീടാണ്. ആ വീട്ടിലേക്ക് പിന്നെന്താ വരിക? ഇബ്ലീസിൻ്റെ കൂട്ടാളികൾ കടന്നു വരും. അള്ളാഹിൻ്റെ കോപം ആ വീട്ടിലേക്ക് വരും. ഷെറിൻ്റെ മാലാഖമാർ കടന്നു വരും. ഷെറിൻ്റെ മാലാഖമാർ എന്ന് വെച്ചാൽ മുസീബത്തുകൾക്ക് വേണ്ടി, മുസീബത്തുകൾ കൊണ്ട് ദുആ ഇറക്കുന്ന അല്ലെങ്കിൽ മുസീബത്തുകൾ വിതയ്ക്കാൻ വരുന്ന മലക്കുകൾ അവരുമുണ്ട്. എല്ലാ വിഭാഗം മലക്കുകളുണ്ടല്ലോ, അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. റഹ്മത്തിൻ്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് കടന്നു വരില്ല, മറിച്ച് ശിക്ഷയുടെ അദാബുകളുടെ മലക്കുകളായിരിക്കും ആ വീട്ടിലേക്ക് വരിക. നല്ല ജിന്നുകൾ കടന്നു വരില്ല, മറിച്ച് മോശക്കാരായ തെമ്മാടികളായ ജിന്നുകളായിരിക്കും കടന്നു വരിക. ജിന്നുകളെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ജിന്നുകൾ തന്നെ നല്ല മലക്ക്, ഇപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തെമ്മാടികളുണ്ടല്ലോ, അതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നല്ല ജിന്നുകൾ മുഅ്മിനീങ്ങളെ സഹായികളായിട്ട് വരും.
സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൂട്ടത്തിലുണ്ട് നല്ല ജിന്നുകൾ ഉണ്ടായിരുന്നില്ല ഒരുപാട്, നമ്മൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മഹാന്മാരുടെ ഹെൽപ്പിനായിട്ട് ഒരുപാട് ജിന്നുകളുടെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെമ്മാടികളായ ജിന്നുകളുണ്ടാകും. അവർ ഇബിലീസിൻ്റെ കൂട്ടാളികളാണ്, ഇബിലീസിൻ്റെ സഹായികളാണ്. സാക്ഷാൽ ഇബിലീസ് ആ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കും. പിന്നെ എങ്ങനെ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുക? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണെങ്കിൽ നമ്മുടെ വീടത് മാറ്റണം, ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാക്കണം. അത് മനഃപൂർവ്വമാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുകളുണ്ടാവും. നാലാമത്തെ സംഗതി പറഞ്ഞത് നിസ്കാരം, സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ സുബഹി നിസ്കാരം ഖളാ ആക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവരുടെ വേണമെന്നില്ല, ചിലപ്പോൾ വാപ്പ നിസ്കരിക്കുന്നുണ്ടാവും, ഉമ്മ നിസ്കരിക്കുന്നുണ്ടാവും, സഹോദരങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആ വീട്ടിലെ ഏറ്റവും ഇളയ പയ്യൻ, അവൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്, പക്ഷേ നിസ്കാരം ഖളാ ആക്കുന്നവനായിരിക്കും. ഒരാൾ മതി, എല്ലാവരുടെ വേണമെന്നില്ല. എല്ലാവരോടും നിസ്കരിക്കേണ്ടതെന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒരാളെങ്കിലും സുബഹി നിസ്കാരം ഖളാ ആക്കിയിട്ട് കിടന്നുറങ്ങുന്നവനാണെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകാൻ, റഹ്മത്തിൻ്റെ മാലാഖമാർ അകന്നു പോകാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ പരിസരത്തേക്ക് പോലും അടുക്കാതിരിക്കാൻ അത് കാരണമായി തീരും. ഒരു റാഹത്തും സന്തോഷവും ആ വീട്ടിലുണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, സുബഹി നിസ്കാരം ഖളാ ആക്കി കിടന്നുറങ്ങുന്ന പരിപാടി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അവരെയും വിളിക്കണം. നമ്മുടെ വീട്ടിൽ നിസ്കാരം നിർബന്ധമുള്ള മക്കളെ വിളിച്ചുണർത്തണം, അവരെ നിസ്കരിപ്പിക്കണം. ജമാഅത്തിന് പറഞ്ഞയക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ പറഞ്ഞയക്കുക തന്നെ വേണം പള്ളികളിലേക്ക്. അതൊക്കെ വലിയ റാഹത്തും സന്തോഷം ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ. നിങ്ങളൊന്ന് ചെയ്തു നോക്കി, അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ, അപ്പോഴല്ലേ നമുക്കതിൻ്റെ ഫലം കാണാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ വളരെ സിമ്പിളായി നിസാരമായി പറഞ്ഞു തന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു അറിയാതെ നമ്മുടെ വീടുകളിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ വലിയ പറക്കത്തിന് കാരണമായി തീരും. എന്നാൽ ഇതിനെതിരാണ് സംഭവിക്കുന്നത് എങ്കിൽ അതുപോലെ മുസീബത്തുണ്ടാകാനും കാരണമായി തീരും. അള്ളാഹു നമ്മുടെ വീട്ടുകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തീർത്ത് സന്തോഷവും റാഹത്തും അള്ളാഹു നൽകട്ടെ. ആത്മാർത്ഥമായി ദ്വാരക്കാൻ, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.